സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ട്രീസ് ഐ ട്യൂട്ടർ. ഈ ഒരു ഇൻട്രോ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അതല്ല ഇൻട്രോ കൊടുക്കുന്നത്. എന്താണ്? വെൽക്കം ബാക്ക് ടു ട്രീസ് ഫിസിക്സ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ചാനൽ. ഈ ചാനലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളായിരിക്കും. അതായത് +1 +2ൻ്റെ ക്ലാസ്സുകളായിരിക്കും. ഓക്കെ ആണല്ലോ. എന്തുകൊണ്ട് പുതിയൊരു ചാനൽ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ പഴയ ചാനലിൽ ക്ലാസ് ഇടുമ്പോഴാണ് എനിക്ക് കൂടുതൽ റീച്ച് കിട്ടുക. അതേപോലെ തന്നെ അറിയാമല്ലോ, എന്തൊക്കെയായിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് എനിക്ക് കൂടുതൽ റീച്ച് കിട്ടുക എന്തായാലും ഐ ട്യൂട്ടർ തന്നെയായിരിക്കും. പക്ഷേ ഞാൻ വിചാരിച്ചു ഐ ട്യൂട്ടറിൽ നമ്മൾ ക്ലാസ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷനായി. കാരണം അതിൽ ഒരുപാട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ 10th-ൻ്റെയും 9th-ൻ്റെയും ഒക്കെ വീഡിയോസ് വരും, മോട്ടിവേഷൻ വീഡിയോസ് വരും, അതേപോലെ കരിയർ ഗൈഡൻസ്, അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷൻ വീഡിയോസ് ഇഷ്ടം പോലെ വരുന്നതാണ് അല്ലേ, ന്യൂസുകൾ വരും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് +1 +2 എന്ന് പറയുന്ന ഈ ഒരു കൃത്യമായ കാര്യങ്ങൾ കിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ലല്ലോ. സോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളൊരു സംഭവം തുടങ്ങുമ്പോൾ കാണാൻ ആൾക്കാരില്ലെങ്കിൽ നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല അല്ലേ. ഐ ട്യൂട്ടർ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒരുപാട് നന്ദി ഉണ്ട്. കാര്യത്തിൽ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, സാർ ഒരു ഫിസിക്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, +1 തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിച്ചു. ഒരുപാട് തിരക്കുകളൊക്കെ ആയിരുന്നു. ഒന്നും വിചാരിക്കരുത്, നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ചാനലിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത്, എന്താ ഡൗട്ട് എന്നൊക്കെ ചോദിക്കാം. ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വാട്സപ്പ് അയക്കാം. വാട്സപ്പ് മാത്രം വിളിക്കരുത്, വാട്സപ്പ് അയക്കാം. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഞാൻ കൃത്യമായി നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ ആണല്ലോ. സോ ഇന്ന് മുതൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഉഷാറായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഇതുവരെ എങ്ങനെ ആലോചിച്ചായിരുന്നു, തുടങ്ങണോ വേണ്ടേ എങ്ങനെ ആലോചിക്കായിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ തന്നെ എന്നോട് ധാരാളം കുട്ടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങൂ. കാരണം ഞാൻ എടുക്കുന്ന ക്ലാസ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ആ ഒരു സന്തോഷം നിങ്ങളാണ് എനിക്ക് തരുന്നത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയാം. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ ട്യൂട്ടറിൽ എനിക്കൊരു പ്രശ്നം വന്നത്, ഞാൻ ബെല്ലൈക്കൺ അപ്പുറത്തനം പറയാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഭയങ്കര റീച്ചൊന്നും കിട്ടാറില്ല. ഓക്കെ, പക്ഷേ ഇപ്പം ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, നിങ്ങൾ ബെല്ലൈക്കൺ ഞെക്കണം കേട്ടോ. ഒന്ന് ഞെക്കിയേക്കൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കൂ. കാരണം ഞാൻ പിന്നെയും പറയാണ്, ഒരു ചാനൽ തുടങ്ങുമ്പം അത് റീച്ച് ആകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ ക്ലാസ്സിലേക്ക് ആരംഭിക്കാം. ഈ ചാനൽ വലിയ ഇൻട്രോയും കാര്യങ്ങളൊന്നുമില്ല, ഇൻട്രോ മ്യൂസിക് ഒന്നുമില്ല. നിങ്ങളാണ് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിളായൊരു ടോപ്പിക് എടുത്താണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറയുന്ന മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഐ ട്യൂട്ടർ ചാനലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണാൻ പാടുള്ളൂ. ഓക്കെ, അതിൻ്റെ ബാക്കിയാണത്, ആ ക്ലാസ്സുകളുടെ ബാക്കിയാണിത് വരുന്നത്. അതുകൊണ്ട് അത് കാണണമെന്ന് പറയുന്നത്. അത് വലിയ ക്ലാസ്സൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങനെ തന്നെയായിരിക്കും. ഭയങ്കര ടെക്നിക്കൽ ലെവലൊന്നുമല്ല, സിമ്പിളായ വേർഡ്സിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കാം. ഓക്കെ ആണല്ലോ. സോ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ഇൻട്രോ പറയാണ്. സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഐ ട്യൂട്ടർ ഫിസിക്സ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ടിംഗ് ടോപ്പിക്കാണ്, ഫസ്റ്റ് ടോപ്പിക്കാണ്, സിമ്പിൾ ടോപ്പിക്കാണ്, നിങ്ങളോട് പഠിച്ച ടോപ്പിക്കാണ്, രസമുള്ള ടോപ്പിക്കാണ്. ദ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസസ്. എന്താ അങ്ങനെ പറഞ്ഞാൽ, എടാ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കാറില്ലേ? നോക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ ആരെ കാണാം? സണ്ണിനെ കാണാറുണ്ട് അല്ലേ, അതിനെ മൂണിനെ കാണാം. ഇവരൊക്കെ ഒരുപാട് ദൂരെയാണ്. നമുക്ക് അത് പോയിട്ട് സ്കെയിൽ എടുത്തിട്ടോ അല്ലെങ്കിൽ വലിയ ഒരു കയറ് കെട്ടിയിട്ടൊന്നും കളക്കാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പം എത്ര ഡിസ്റ്റൻസിൽ അകലെയാണ് സണ്ണുള്ളത്, അല്ലെങ്കിൽ പ്ലാനറ്റ്സ് ഉള്ളത്, അതർ സ്റ്റാർസ് ഉള്ളത് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ച ഒരുപാട് യൂണിറ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 യൂണിറ്റുകളാണ് ലൈറ്റ് ഇയറും കൂടാതെ അസ്ട്രോണമിക്കൽ യൂണിറ്റും. ഇത് 2 നിങ്ങൾ 8ൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ 8ൽ പഠിച്ച കുട്ടികൾക്ക് ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദ ഫസ്റ്റ് വൺ ഈസ് ലൈറ്റ് ഇയർ. പ്രകാശവർഷം എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ മലയാളം മീഡിയക്കാർ പ്രകാശവർഷം എന്ന് പഠിക്കും, ഇംഗ്ലീഷ് മീഡിയക്കാർ ലൈറ്റ് ഇയറേ എന്ന് വിളിക്കും. ഓക്കെ, സിമ്പിൾ ആണ്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ് ഇൻ 1 year.
പ്രകാശം ഒരു വർഷം സഞ്ചരിച്ച ദൂരം. നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോകത്തെ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തു ഏതാണ്? നമ്മുടെ മനസ്സാണല്ലേ? ആണോ? മൈൻഡ് ഈസ് നോട്ട് എ പാർട്ടിക്കിൾ, ബട്ട് ദ ലൈറ്റ് ഈസ് എ പാർട്ടിക്കിൾ. Light is a particle. So the traveling speed of light is maximum or greater compared with all other substances around it. നമ്മുടെ ചുറ്റുമുള്ള ഏതൊരു സബ്സ്റ്റൻസിനെ പറ്റി ചിന്തിക്കുന്ന സമയത്തും ഏറ്റവും ട്രാവലിംഗ് സ്പീഡുള്ള ആളാരാണ്? ലൈറ്റാണ്, പ്രകാശമാണ്. എത്രയായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞേ, വാക്യത്തിൽ കൂടി പോകുന്ന സമയത്ത് 3 × 10⁸ m/s. What do you mean 3 × 10⁸ m/s? 3 എത്ര സീറോ ഉണ്ട്? 8 സീറോ ഉണ്ട്. 3 8 സീറോ എത്രയാണ്? നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിയേ. കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അത് 30 കോടി മീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ 30 കോടി മീറ്റർ. കാൻ യു ഇമാജിൻ? നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളിതാ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ അടയ്ക്കുന്ന ഒരു ടൈമാണുള്ളത്. ആ ഒരു ടൈം കൊണ്ട് 30 കോടി മീറ്റർ. നിങ്ങൾ മീറ്റർ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. നമുക്കിത് കിലോമീറ്ററിലേക്ക് മാറ്റാം. എങ്ങനെ മാറ്റാം? 3 0 വെട്ടിക്കളഞ്ഞാൽ മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് ഒരുപാട് കൺവേർഷൻ പഠിക്കാനുണ്ട് കേട്ടോ. എങ്ങനെയാണ് കിലോമീറ്ററിനെ മീറ്ററാക്കുക, മീറ്ററിനെ കിലോമീറ്ററാക്കുക, അതൊക്കെ നമ്മൾ പഠിച്ച സിമ്പിൾ കൺവേർഷനാണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ നമുക്ക് വേറെ നാനോമീറ്ററിനെയും മൈക്രോമീറ്ററിനെയും ഫെർമിനെയും ഒക്കെ അങ്ങോട്ട്, ആസ്ട്രോമിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. രസമുള്ള കാര്യങ്ങളാണ്, പക്ഷെ ഒക്കെ സിമ്പിളാണ്. സുഖം നമുക്ക് പഠിക്കാം. ഓക്കെ, ഹൗ ടു കൺവേർട്ട് കിലോമീറ്റർ ടു മീറ്റർ ഓർ മീറ്റർ ടു കിലോമീറ്റർ? ഹിയർ വി ആർ ഗോയിങ് ടു കൺവേർട്ട് മീറ്റർ ടു കിലോമീറ്റർ. ഡിവൈഡ് ബൈ 1000. 3 0 അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 3 lakh m/s. എത്ര കിട്ടി? 3 ലക്ഷം km/s. കണ്ണടയ്ക്കുന്ന വേഗതയിൽ 3 ലക്ഷം കിലോമീറ്റർ ആര് പോയത്? ലൈറ്റ് പോയത്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഭൂമിയെ പറ്റി ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഭൂമി എത്രമാത്രം വലുതാണ് അല്ലേ? വലിയതാണ് നമ്മുടെ ഭൂമി. ആ ഭൂമിയെ ഒരു സെക്കൻഡ് കൊണ്ട് 7.5 തവണ 7 തവണ ഇങ്ങനെ കറങ്ങാൻ ആർക്ക് സാധിക്കും? ഒരു സെക്കൻഡോട് നിങ്ങൾ ആലോചിക്കേ. നിങ്ങൾക്ക് ഒരു സെക്കൻഡോട് നിങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റുമോ? പറ്റലുണ്ടാവില്ല അല്ലേ? ഒരു സെക്കൻഡ്. ആ ഒരു സെക്കൻഡോട് ലൈറ്റ് ഭൂമിയെ 7 തവണ ചുറ്റും, പിന്നെ ഒരു അര കൂടി. മനസ്സിലാവുണ്ടോ? അത്രയും ദൂരമാണ്. അത് 3 ലക്ഷം കിലോമീറ്റർ ആണ്. ഇത്രയും ദൂരമാണ് പ്രകാശം ഒരു സെക്കൻഡ് പോകുന്നത്. അപ്പം നമ്മൾ പഠിച്ചു, ഒരു സെക്കൻഡിൽ പ്രകാശം അത്ര പോകുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പോകും? എത്ര ചെയ്താൽ മതി? 3 ലക്ഷം × 60 ചെയ്താൽ ഒരു മിനിറ്റ് ആയില്ലേ? 60 സെക്കൻഡ് ആണല്ലോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ, ശരിയല്ലേ? ഒരു സെക്കൻഡിൽ 3 ലക്ഷം, അങ്ങനെയാണ് ഒരു മിനിറ്റിൽ × 60. അപ്പോൾ ഒരു മിനിറ്റിൽ 60 ആണെങ്കിൽ ഒരു മണിക്കൂർ എത്ര ഉണ്ടാവും? വീണ്ടും × 60 ചെയ്താൽ അത് ഒരു മണിക്കൂറാവും. 60 × 60 ഒരു മണിക്കൂർ. ഓക്കെ ആണല്ലോ? ഇനി 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. അപ്പൊ × 24 ചെയ്താൽ എത്രയാവും? അത് ഒരു ദിവസത്തെ കണക്കാവും, ശരിയല്ലേ? ആ ഒരു ദിവസത്തെ കണക്ക് കഴിഞ്ഞ് നമുക്ക് എന്താ വേണ്ടത്? ഒരു വർഷത്തെ കണക്ക് വേണം. അപ്പൊ എത്ര കൊണ്ട് ഗുണിക്കണം? 365 കൊണ്ടൊന്ന് ഗുണിക്കണം. ഓക്കെ, ഒന്ന് ഗുണിച്ച് നോക്കി. നിങ്ങൾ ഗുണിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? ആ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? ഒരു പ്രകാശ വർഷം അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ, ആൻഡ് ഐ റിപ്പീറ്റ്, ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എൻ ഒബ്ജെക്റ്റ്, ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. വേഗം ഗുണിക്കും. കിട്ടുന്ന വിചാരിക്കുന്നു. 9.46 × 10⁻15 ആണ് കിട്ടുക. അത്രയും മീറ്റർ. 9.46 × 10⁻15 മീറ്റർ ആണ് നിങ്ങൾക്ക് ഉത്തരമായിട്ട് കിട്ടുക. അതാണ് കിട്ടേണ്ടത്. ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. പല അവസരങ്ങളും ചോദിക്കാറുണ്ട്. നമുക്ക് ലൈറ്റ് ഇയറിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ലൈറ്റ് ഇയറിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. കൺവേർഷൻ ഉണ്ടാവും. അപ്പോൾ ലൈറ്റ് ഇയർ ടു സെൻറ്റിമീറ്റർ എന്നാണ് ചോദിക്കുക. അപ്പോൾ ലൈറ്റ് ഇയറിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുണ്ടാവും. അപ്പോൾ ലൈറ്റ് ഇയർ എത്രയാണ്? വാല്യൂ പഠിച്ചു വെക്കണം. 9.46 × 10⁻15 മീറ്റർ ആണ്. ക്ലിയർ ആണ്? ഇത് ഒരു ചെറിയ വാല്യൂ അല്ല. × 10⁻15 എന്ന് പറഞ്ഞാൽ 9.46ഉം × 10 കഴിഞ്ഞിട്ട് എത്ര പൂജ്യം വരും? 15 പൂജ്യം ഇങ്ങനെ എഴുതണം. അപ്പോൾ അത്രയും വലിയൊരു ഡിസ്റ്റൻസ് ആണ് ആര് കവർ ചെയ്യുന്നത്? നമ്മുടെ ലൈറ്റ് ഒരു വർഷം കൊണ്ട് കവർ ചെയ്യുന്നത്. ഇത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രകാശം
സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നുണ്ട് അല്ലേ? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ പ്രകാശത്തിന് വെറും 8.5 മിനിറ്റ് മതി. ആലോചിച്ച് നോക്കിയേ, 8.5 മിനിറ്റ് കൊണ്ട് പ്രകാശം 8.20 സെക്കൻഡാണ് പറയുന്നത്. അത്രയും സമയം കൊണ്ട് സൂര്യനിൽ നിന്ന് എവിടെ എത്തും? ഭൂമിയിലെത്തും. 8.5 മിനിറ്റ് മതി. ആലോചിച്ച് നോക്ക്, എത്ര ദൂരെയാണ് സണ്ണ് അതറിയാവോ? അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് അസ്ട്രോണമിക് യൂണിറ്റിൽ. അപ്പം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പം അത്രയും ദൂരെയുള്ള 15 കോടി കിലോമീറ്ററാ. ആ 15 കോടി കിലോമീറ്റർ കവർ ചെയ്യാൻ എത്ര മിനിറ്റ് മതി? 8 മിനിറ്റും 20 സെക്കൻഡും മതി ലൈറ്റിന്. 8 മിനിറ്റ് കൊണ്ട് ഇത്രയും കോടി കിലോമീറ്റർ പോകുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് എത്ര പോവും? അതാണ് കൺസെപ്റ്റ്. ഐഡിയ കിട്ടിയോ? ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാവും. കാരണം ഇത് വളരെ ലാർജ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഏതാണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അതിനുമുമ്പ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ലൈറ്റ് ഇയർ ആയാലും അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയാലും നമുക്ക് ചിലപ്പം ഇയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ടൈം മെഷർ ചെയ്യാനുള്ളതാണെന്ന് വിചാരിക്കും അല്ലേ? ഇയർ തന്നെ ഒരു കാലയളവാണല്ലോ, അത് അങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷേ ലൈറ്റ് ഇയർ ആണെങ്കിലും അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയാലും എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഇത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ്. ഐഡിയ കിട്ടിയല്ലോ? അപ്പം അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഞാൻ പറയാൻ പോവാണ്. AU എന്നാണ് ഇതിനെ സൂചിപ്പിക്കുക. എത്രയാണ്? AU എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഐഡിയ കിട്ടുന്നുണ്ടല്ലോ? സോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 8 പഠിച്ച കാര്യം തന്നെയാണ്. ദ ആവറേജ് മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് ആണ് എന്ത്? അസ്ട്രോണമിക് യൂണിറ്റ്. ആവറേജ് മീൻ ഡിസ്റ്റൻസ് നമ്മൾ അന്ന് പഠിച്ച എങ്ങനെയായിരുന്നു? സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തെ നമ്മൾ എന്തായിട്ട് സൂചിപ്പിക്കുന്നു? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പം എന്തുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കൂട്ടി? ആവറേജ് മീൻ ഡിസ്റ്റൻസ് കൂട്ടി. അതെന്താണെന്നറിയാവോ? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ സണ്ണിൻ്റെയും എർത്തിൻ്റെയും മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദ മൂവ്മെൻറ്റ് ഓർ ദ റെവല്യൂഷൻ അറൗണ്ട് sun by earth is not in a accurate circular path. കൃത്യമായി ഒരു സർക്കുലർ പാത്തിലല്ല ആര് കറങ്ങുന്നത്? നമ്മുടെ ഭൂമി സണ്ണിന് ചുറ്റും കറങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ്? ഇറ്റ്സ് റൊട്ടേറ്റ് ഇൻ എൻ എലിപ്റ്റിക്കൽ പാത്ത്. ഇങ്ങനെ എലിപ്റ്റിക്കൽ പാത്തിലാണ്. എലിപ്സിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വഴിയെ എലിപ്സിനെ പറ്റി കൃത്യമായിട്ട് പഠിക്കും. എലിപ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എലിപ്സിന് 2 സെൻറ്റർ ഉണ്ടാവും. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് എലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇത് കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. കൃത്യമായി ഒരു ഇതല്ല, ഓർബിറ്റ് നിങ്ങൾ പഠിച്ചതാണ്. അപ്പം ഒരു മീൻ ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിങ്ങനെ അലൈൻമെൻറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആവറേജ് ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 15 കോടി കിലോമീറ്ററിനാണ്. അത് കറക്റ്റായിട്ട് പഠിക്കണം. നിങ്ങൾ ജസ്റ്റ് 5 കോടി കിലോമീറ്റർ എന്ന് പഠിച്ചാൽ പോരാ. അതെത്രയാണ്? അത് 3 0 കൂടി ചേർത്ത് എത്ര കിട്ടും? അത്രയും മീറ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണോ? സോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് 1 അസ്ട്രോണമിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മൈക്ക് താഴെ പോയി, അതൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഞാൻ ജസ്റ്റ് എഴുതാം. ഇത് 1.496 × 10⁻11 മീറ്റർ ആണ്. എത്രയാണ്? 1.496 × 10⁻11 മീറ്റർ ആണ്. ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എത്രയാണ്? 1.5 × 10⁻11 വരും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1.5 × 10⁻11 എന്ന് പറയാം. എത്രയാണ്? അത് 15 കോടി കിലോമീറ്റർ നമുക്ക് കൺവേർട്ട് ചെയ്ത് സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ പോവാണ്. മൂന്നാമത്താണ് നമ്മൾ പ്രധാനമായിട്ടും പുതുതായിട്ട് പഠിക്കുന്നല്ല, ഇത് നിങ്ങൾ പഠിച്ചാണ്. പാർസെക്ക് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ? പാർസെക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ 8 പഠിച്ചിട്ടുണ്ട്. ആ 8ലെ ടോപ്പിക് അതിന് പറയേണ്ട കാര്യം വരുന്നില്ല. ഇവിടെ നമ്മൾ കുറച്ചുകൂടി വൈഡായിട്ടാണ് പറയാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ശ്രദ്ധിക്കണേ, ഈ ഒരു ആർക്ക് ആർക്കാണ് ഫസ്റ്റ് വരയ്ക്കാൻ പോകുന്നത്. ഇതാണൊരു ആർക്ക്. ആ ആർക്കിൻ്റെ 2 എഡ്ജിലായിട്ട് നമ്മൾ എർത്തിനെയും സണ്ണിനെയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം ആർക്ക് എന്ന് പറയുന്നത് എന്താ അറിയാലോ? വളഞ്ഞിട്ടുള്ള സംഭവമാണ്. എർത്തിനെയും സണ്ണിനെയും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആർക്കിനെ ഞാനിത് ഇങ്ങോട്ടേക്ക് ലോങ് ആയിട്ട് വരച്ചു. കാണുന്നുണ്ടല്ലോ? ഇങ്ങനെ ലോങ് ആയിട്ട് വരച്ചിട്ട് ഞാനൊരു ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ഈ ആംഗിൾ നമ്മൾ 1 സെക്കൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആംഗിൾ എത്രയാണ്? 1 സെക്കൻഡ് ആണ്. 1 സെക്കൻഡ് എങ്ങനെയാണ് ആംഗിൾ ആവുമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ മതി, കൃത്യമായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, ശ്രദ്ധിക്കാം.
ഓക്കെ, എന്നിട്ട് പഠിക്കുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 1 AU. അതായത് ഇവിടെ നിങ്ങൾ കണ്ടു ഈ സണ്ണിൻ്റെയും എർത്തിൻ്റെയും ആ ഒരു ഡിസ്റ്റൻസ് എത്രയാന്ന് പറയുന്നുണ്ട്. അത് നമുക്കറിയാം, അത് 1 AU അല്ലേ. സോ ദ ആർക്ക് ലെങ്ത് ഈസ് 1 AU. ക്ലിയർ ആയോ? നോക്കൂ, ആർക്ക് ലെങ്ത് എത്രയാണ്? 1 AU ആണ്. സബ്സ്റ്റൻറ്റ് എൻ ആംഗിൾ ഓഫ് 1 സെക്കൻഡ് ഓഫ് ആർക്ക്. അതായത് നമ്മൾ ആ ഒരു 1 AUനെ ഇങ്ങനെ നീട്ടി വരച്ചാൽ കണ്ടില്ലേ, നീട്ടി വരച്ചിട്ടുണ്ട്. അങ്ങനെ നീട്ടി വരച്ച് നമുക്ക് എത്ര കിട്ടണം? ആംഗിള് 1 സെക്കൻഡ് കിട്ടണം. നിങ്ങൾക്ക് ഡിഗ്രി എന്തെന്നറിയാവോ? ഡിഗ്രി എന്ന് പറഞ്ഞാൽ സെക്കൻഡിനെക്കാട്ടും വലിയ യൂണിറ്റ് ആണ്. സോ ഒരു ഡിഗ്രിനെക്കാട്ടും എത്രയോ കുറവായിരിക്കുന്നത് 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു കാര്യം ചെയ്യാം, സിമ്പിളായിട്ട് വരച്ച് കാണിച്ചു തരാം. ശ്രദ്ധിക്കൂ, ഇതൊരു സർക്കിളാണ്. ഈ സർക്കിൾ ഒരു ക്ലോക്കുമായിട്ട് കമ്പയർ ചെയ്യാം നമുക്ക്. ഈ ക്ലോക്ക് 360 ഡിഗ്രി ആണല്ലോ. ഈ ക്ലോക്കിൽ 1 ഡിഗ്രി, അതായത് 1 സെക്കൻഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് ഞാൻ പറയുന്നില്ല ഇപ്പം. നോക്കൂ, ഈ 360 ഡിഗ്രിയിൽ ഒന്നിങ്ങനെ ആവുന്നതാണ് എന്ത്? 1 ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഡിഗ്രി വളരെ ചെറുതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ആ 1 ഡിഗ്രി മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അപ്പൊ ഡിഗ്രി മനസ്സിലായി എന്താണ്? 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഒരു ഭാഗം. അപ്പൊ 1/360 ആണെന്ത്? 1 ഡിഗ്രി. എഴുതി വെച്ചോളൂ, പ്രധാനപ്പെട്ടതാണ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/360 ആണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്. ഇനി ശ്രദ്ധിക്കാം, ആ 1 ഡിഗ്രി കറങ്ങണം എന്നുണ്ടെങ്കിൽ ക്ലോക്ക് ഇങ്ങനെ മൂവ് ചെയ്യണ്ടേ? ആ 1 ഡിഗ്രി 60 തവണ സെക്കൻഡ് സ്വിച്ച് കറക്കണമല്ലോ അല്ലേ? 60 തവണ കറങ്ങണ്ടേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതിനെ നമുക്ക് 1 മിനിറ്റ് എന്ന് പറയാൻ പറ്റും. 1 മിനിറ്റ് കറങ്ങുക എന്ന് പറഞ്ഞാൽ 60 തവണ ഇങ്ങനെ കറങ്ങുമ്പോൾ ഓരോ മിനിറ്റ് ഇങ്ങനെ പോവില്ല ചെയ്യാം. അപ്പൊ നമുക്ക് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/60 ഓഫ് എ ഡിഗ്രി എന്ന് പറയാം. ഐഡിയ കിട്ടിയോ? അപ്പൊ 1 മിനിറ്റ് എന്താണ്? 1/60 ഓഫ് 1 ഡിഗ്രി ആണ്. ക്ലിയർ ആയേ? ഇനി 1 സെക്കൻഡ് എന്താണ്? 1 മിനിറ്റിനേക്കാൾ ചെറുതാണ് 1 സെക്കൻഡ്. ഇപ്പൊ കിട്ടിയോ? ഡിഗ്രിയെക്കാട്ട് ചെറുതാണ് എന്ത്? മിനിറ്റ്. മിനിറ്റിനേക്കാൾ സെക്കൻഡ് ആണ് എന്ത്? സെക്കൻഡ്. മിനിറ്റിനേക്കാൾ ചെറുതാണ് എന്ത്? സെക്കൻഡ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിനെയും പിന്നെയും 60 തവണ നമ്മൾ ഡിവൈഡ് ചെയ്യണ്ടേ? വേണ്ടേ? സെക്കൻഡ് എങ്ങനെ മിനിറ്റ് ആക്കുക? 60 കൊണ്ട് ഗുണിക്കണം. അപ്പം എങ്ങനെയാണ് മിനിറ്റിനെ സെക്കൻഡ് ആക്കുക? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/60 ഓഫ് 1 മിനിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡിഗ്രിനെക്കാട്ടും എത്രയോ ചെറുതാണെന്ത്? സെക്കൻഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ നേരത്തെ വരച്ചു വെച്ചിട്ടുണ്ട്. സണ്ണ് ഇവിടെ കാണാം, അതേപോലെ എർത്ത് ഇവിടെ കാണാം. അത് ലെങ്ത് ഇങ്ങനെ നീട്ടിയിട്ട് നമുക്ക് ആദ്യം ഞാൻ ഇവിടെ ആംഗിൾ എടുത്തു. ഈ ആംഗിള് ഞാൻ വേണമെങ്കിൽ പറയാം ഇതൊരു ഡിഗ്രി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷേ ഈ ആംഗിൾ എനിക്ക് ഇനിയും ചെറുതാക്കണ്ടേ? ഇനിയും ചെറുതാക്കിയിട്ട് ഇതിവിടെ 1 മിനിറ്റ് ആയേ. ഇനിയും എത്രയോ ചെറുതാവുമ്പോഴാണ് എന്ത് വരുന്നത്? 1 ഡിഗ്രി ആവുന്നത്. സോറി, 1 സെക്കൻഡ് ആവുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ്? വളരെ ചെറുതെന്ന്, അത്രയും ചെറുതാണ്. അപ്പൊ അത്രയും ചെറുതാവണമെന്നുണ്ടെങ്കിൽ ഈ സണ്ണിൻ്റെയും എർത്തിൻ്റെയും ഡിസ്റ്റൻസ് വളരെ വലുതാവുണ്ട്. കാരണം ഇവിടെ വലുതാവുമ്പോഴല്ലേ ഇവിടെ ചെറുതാവുള്ളൂ. ഐഡിയ കിട്ടിയോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഈ ഒരു പാർസെക്ക്, ഈ ഡിസ്റ്റൻസ് ആണ്. ഏത് ഡിസ്റ്റൻസ്? സണ്ണും എർത്തും ഡിസ്റ്റൻസ് അല്ല, അത് ആർക്ക് ലെങ്ത് നമുക്ക് പറയാൻ പറ്റും. അത് എന്താണ്? അസ്ട്രോണമിക് യൂണിറ്റ് ആണ്. ഇങ്ങനെ 2 ഒബ്ജക്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇത്രയും ദൂരെ കിടക്കുന്ന, അപ്പൊ എത്രയോ പാർസെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ട്രോണമിക് യൂണിറ്റ് എത്രയോ വലുതാണ്. ഓക്കെ, അസ്ട്രോണോമിക് യൂണിറ്റിനെക്കാട്ടും വലുതെന്ന് പറഞ്ഞാൽ ലൈറ്റിനെക്കാട്ടും വലുതാണ്, നിങ്ങൾക്കറിയാലോ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ ഈ ആംഗിൾ കണ്ടോ, ഈ ഒരു തീറ്റ, ഈ തീറ്റ നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ലെങ്ത് ആണ് എന്ത്? 1 പാർസെക് എന്ന് പറയുന്നത്. ഇത്രമാത്രം ഡീപ്പിൽ നിങ്ങൾ +1 8 പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് എത്രയാണ്? ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 AU ആണ്, നിങ്ങൾക്കറിയാലോ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും റേഡിയസ് എന്ന് പറയാൻ എന്താണ്? ഇതാണ് റേഡിയസ്. നമ്മുടെ റേഡിയസ് ആണ് കാണേണ്ടത്. റേഡിയസ് അല്ലേ നമ്മളെ ലെങ്ത്. ഓക്കെ, നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. നോക്കൂ, കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? തീറ്റ ഈസ് ഈക്വൽ ടു ലെങ്ത് ബൈ റേഡിയസ് എന്ന് കൊടുക്കാം അല്ലേ? ലെങ്ത് കൊടുത്തൂടെ? ഏത് ലെങ്ത് ആണ്? ആർക്ക് ലെങ്ത് ആണ്. സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ
റേഡിയസ്, ആ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതാ റേഡിയസ് കാണണം. റേഡിയസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റേഡിയസിനെ ഇങ്ങോട്ടേക്ക് മാറ്റുക. അപ്പോൾ എന്ത് കിട്ടും? റേഡിയസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ബൈ തീറ്റ എന്ന് കിട്ടൂലേ? കിട്ടുമല്ലോ, ലെങ്ത് ബൈ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ദാ ഇനി നോക്കിയാൽ മതി. ഇനി ഞാൻ വാല്യൂ കൊടുക്കാൻ പോവാണ്. 1.496 മീറ്റർ ബൈ, നമുക്ക് ഇതും SI കൊണ്ട് ഇങ്ങനെ കൊണ്ടുവരാം. അതായത് നമുക്ക് ഡിഗ്രിയിലേക്ക് തന്നെ കൊണ്ടുവരാം അല്ലേ? ഡിഗ്രിയിലേക്കല്ല കൊണ്ടുവരേണ്ടത്, നമുക്കിത് മീറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ സെക്കൻഡിന് നമുക്ക് ഇവിടെ തീറ്റ അല്ലേ, തീറ്റന് എന്ത് ചെയ്യണം? ഇവിടെ ആംഗിൾ എത്രയാണ്? സെക്കൻഡിലാണ്. നമുക്കതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 1/3600 ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/3600 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു π/180 എന്ന് വരും. ഇത് ആർക്ക് ലെങ്തിൻ്റെ ഇക്വേഷനാണ്. ഇതൊന്നും നിങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യാനുമില്ല, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തവന് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഈ വാല്യൂ മാത്രം പഠിച്ചാൽ മതി. ഇത് നിങ്ങൾ ചെയ്താൽ കിട്ടുന്ന വാല്യൂ, അതായത് 1/496 ഇൻറ്റു 10⁻11/11 മീറ്റർ ബൈ 1/3600 ഡിഗ്രിയിലേക്ക് മാറ്റി ഇൻറ്റു π/180 ഈസ് ഈക്വൽ ടു 3.08 ഇൻറ്റു 10⁻16 മീറ്റർ എന്നാണ് കിട്ടുക. എത്ര കിട്ടി? 3.08 ഇൻറ്റു 10⁻16 മീറ്റർ എന്ന് കിട്ടും. മനസ്സിലാവുണ്ടോ? കൂടുതൽ ഡീപ്പ് ആവണ്ട, ഞാൻ പറഞ്ഞല്ലോ. ഇത് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയർ ആണ് കിട്ടും. എത്ര കിട്ടും? 3.26 ലൈറ്റ് ഇയർ ആണ്. ക്ലിയർ ആയോ? സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ പ്രധാനപ്പെട്ടത് ആണ് ഇത്. അതായത് ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള 3 യൂണിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക് യൂണിറ്റ്, അതേപോലെ തന്നെ പാർസെക്ക്. ഓരോന്നിൻ്റെ വാല്യൂ നിങ്ങൾ പഠിച്ചേക്കണം. ലൈറ്റർ എത്രയാണ്? ലൈറ്റർ എന്ന് പറഞ്ഞാൽ 9.46 ഇൻറ്റു 10⁻15 മീറ്റർ ആണ്, മറക്കരുത്. അതേപോലെ തന്നെ അസ്ട്രോണോമിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 1.496 ഇൻറ്റു 10⁻11 മീറ്റർ ആണ്. കൂടാതെ പാർസെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3.08 ഇൻറ്റു 10⁻16 മീറ്റർ ആണ്. ഐഡിയ കിട്ടിയോ? ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയർ. അപ്പോൾ ഇതിലേറ്റവും ഏറ്റവും വലുത് ഏതാണ്? 3.26 ലൈറ്റ് ഇയർ വരുമ്പോൾ ഏതാണ്? ഏറ്റവും കൂടുതൽ പാർസെക് ആണ് കേട്ടോ. ക്ലിയർ ആയോ? പാർസെക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാർസെക് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗാലക്സീസ്. ഗാലക്സികൾ തമ്മിലുള്ള അകലമൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർസെക് ഉപയോഗിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായ ഓൾറെഡി പഠിച്ച ഈ 3 ടോപ്പിക് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പ്രോബ്ലം വന്നുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ആയെന്ന് അറിയാം. ഇപ്പം നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, കാരണം നിങ്ങൾക്ക് ഡിഗ്രീനെ സെക്കൻഡ് ആക്കാനും സെക്കൻഡ് ഡിഗ്രി ആക്കാനുള്ള കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പെട്ടെന്നാണ് എടുത്തു പോയത്. നമ്മളെ ടോപ്പിക് അതല്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പിക് കൃത്യമായിട്ട് പറഞ്ഞിട്ട് എന്ത് എങ്ങനെയാണ് ഡിഗ്രീനെ ഇതാക്കുക നിങ്ങൾക്ക് കമൻറ്റായി ചോദിച്ചാൽ മതി ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ. നമുക്ക് കൺവേർഷൻ വരുന്നുണ്ട്. ആ കൺവേർഷൻ ടൈമിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ ആണല്ലോ? സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി വിചാരിക്കുന്നു. +1 ആണ്, കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ട് മുന്നോട്ടേക്ക് പോകും. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം ഉറപ്പായിട്ടും. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണ്, നിങ്ങൾക്ക് നീറ്റ് അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള കോച്ചിങ്സും കാര്യങ്ങളൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്കറിയാൻ വിചാരിക്കും, ഞാൻ സൈലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സൈലത്തിൽ മികച്ച കോച്ചിങ് ആണുള്ളത്. ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. നീറ്റ് കോച്ചിങ്ങൊക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ടീച്ചേഴ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ നീറ്റിലൊക്കെ താല്പര്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ അതേപോലുള്ള കോമ്പറ്റീവ് എക്സാമൊക്കെ താല്പര്യമുണ്ട്, കൂടാതെ +1 +2 ട്യൂഷനും വരുന്നുണ്ട്, എൻട്രൻസ് കോച്ചിങ് ട്യൂഷന് വരുന്നുണ്ട്, അല്ലാത്ത വരുന്നുണ്ട്. 5000 രൂപ മാത്രമേ ഉള്ളൂ കോഴ്സിൻ്റെ ഫീ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് ഫീയോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ത്രൂ നിങ്ങൾ സൈലത്തിൽ പിന്നെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരാൻ പറ്റും. കാരണം ഞാൻ ടീച്ചർ ആയതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. ഐഡിയ കിട്ടിയോ? അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അടിപൊളിയാക്കുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.